കൂടുതൽ പരിചയമില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാം, സാധാരണ പ്രസംഗിക്കാൻ പോണ ആളൊന്നുമല്ല. ഞാൻ ഈ ജാഫർ സഖാഫി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടച്ചോനെ ഇതിപ്പോ നിർത്തുവോ എന്നിങ്ങനെ പേടിച്ച് നിൽക്കുക. നിർത്തിയാൽ പിന്നെ പറയേണ്ടി വരുമല്ലോ. എഴുത്ത് കൊടുക്കുമ്പോഴും പേടി, ഇത് നിർത്താനൊക്കെയാണോ പറയുന്നത്. അപ്പൊ ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഒരു സമാധാനമായി. കാരണം ഇത് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇതിങ്ങനെ ആദരിക്കൽ. ഞാൻ നിങ്ങളെ മാതിരി ഇതിപ്പോൾ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ വലിയ വലിയ ആൾക്കാർ, നമ്മളെ മാറ്റത്തെ കുറെ ആൾക്കാർ ഞങ്ങളെ നാട്ടുകാരൻ നമ്മളെ ഈ കാണണമൊക്കെ. അതുകൊണ്ട് ഒരു സമാധാനമാവും. മർക്കസിലെ മൂല്യര് ഇനി വേഷം മാറി വന്നാണ് അതേതായാലും പറയില്ല. കാരണം അതിവിടെ 24 മണിക്കൂർ ഇങ്ങനെ നടക്കണായതുകൊണ്ട് ഈ കൊണ്ടോട്ടിയങ്ങാടിയിൽ ഇവിടെ ഈ എന്നെ കാണാത്തോലും ഇവിടെ ഉണ്ടാവില്ല, ഞാൻ കാണാത്തോലും ഇവിടെ ഇല്ല. ഇവിടുന്ന് 2-3 കിലോമീറ്റർ അപ്പുറത്തായതുകൊണ്ട്. അപ്പൊ പിന്നെ ആ കാര്യത്തിൽ ബേജാറില്ല. പിന്നെ ഇത് വിഷയമായിട്ട് ഈ ഒളവട്ടൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപാട് കാലം ഈ വിഭാഗം ഈ മർക്കസിലെ ഷാറാ മുബാറക്കിനെ എതിർക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പദമായിരുന്നു സനദ്. ഇനിയിപ്പോ അവരോട് സനദ് എന്ന് പറയേണ്ട, ഒളട്ടൂർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബോധം കെട്ട് വീണ്ടെടുത്തിട്ടാണ് അതിന്റെ മാട്ടോ. കാരണം എന്താന്ന് വെച്ചാല് ഈ നാട്ടില് എനിക്കറിയാം, നമ്മളെ അടുത്ത നാടായതുകൊണ്ട് ഒരുവിധം വിഷയമൊന്നും വന്നാല് ഇവിടുത്തെ വിടൂല എന്നുള്ളത് എനിക്കറിയാം. അതിനെ സംബന്ധിച്ച് അത്രയും ചെങ്കുറ്റം. ഞാൻ ഇപ്പൊ ഇന്നിവിടെ വന്നപ്പോ എനിക്ക് ഇങ്ങനെ തോന്നി, പഠിച്ചോണം ഇക്കോലത്തിലാണ് സംഭവത്തിന് ഞങ്ങൾ അവിടുന്ന് വരണ്ടില്ല എന്ന് തോന്നിപ്പോയി. ഈ അവിടുന്ന് വരേണ്ടത് ഇവിടെ ഈ റഫീ സാഹിബും ഇവിടുത്തെ ഈ പ്രസിഡന്റ് മുമ്പൊക്കെ സംസാരിച്ച് നോക്കുമ്പോൾ ഇത് നമ്മളെക്കാൾ വലിയ പ്രസംഗമാണ്. അപ്പം ഞാൻ അതിനെ സംബന്ധിച്ച് ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതായത് ആരെങ്കിലും എവിടെങ്കിലും നമ്മൾ ചുക്കം മുതൽ ഒടുക്കം വരെ കേട്ടാൽ അതിന്റെ യഥാർത്ഥ നിജസ്ഥിതി നമുക്ക് മനസ്സിലാവും. നേരെ മറിച്ച് അവർക്കൊരു സ്വഭാവമുണ്ട്, ക്ലിപ്പിംഗ് കട്ട് ചെയ്ത് മുറിച്ചിട്ട് ഞമ്മക്കെതിരിൽ അത് ഉപയോഗിക്കും. ഇപ്പൊ ഇന്ന് ഞാൻ ആലോചിക്കുക, ഈ ജാഫർ സഖാഫി ഇവിടെ നിന്ന് പ്രസംഗിച്ച്, അദ്ദേഹം പ്രസംഗിച്ച് അഥവാ ആ ഇതിൽ കരണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നമ്മളൊക്കെ കേട്ടല്ലോ. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് നാളെ മറ്റന്നാളെ ഇവിടെ ഇടുമെന്ന് അറിയില്ല, വേറെ ഏതെങ്കിലും നാട്ടിൽ പോയാല് ഒരു സഖാഫി പ്രസംഗിക്കുന്നു നോക്കി, കരണ്ട് ഉണ്ടെങ്കിൽ അയാൾക്ക് തന്നെ അതിൽ വിശ്വാസമില്ല. ഉറപ്പാ ഇത് കേൾക്കത്, അയാൾക്ക് തന്നെ അതിൽ വിശ്വാസമില്ല. ഉണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞത്. മൂപ്പർ ഇവിടുന്ന് വിശദമായി പറഞ്ഞു, എനിക്ക് ഒരു പക്ഷമേ ഉള്ളൂ, സുന്നികൾക്ക് ഈ വിഷയത്തിൽ 2 പക്ഷമില്ല, ഒരൊറ്റ പക്ഷം അത് റസൂലുള്ളാഹിന്റേതാണെന്ന് ഉറപ്പാണ് എന്ന് മൂപ്പർ തീർത്തു പറഞ്ഞു. പിന്നെ പറഞ്ഞു, മറുപക്ഷത്തിനെ സംബന്ധിച്ചാ പറയുന്നത്, സഹോദര നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഒന്നും ഉണ്ടാതിരുന്നാ മതി. അഥവാ അത് റസൂലുള്ളാഹിന്റേതാണെങ്കിലോ ഏത് എതിർക്കുന്ന ആൾക്കും അതിനൊരു സാധ്യത ഉണ്ടല്ലോ. ആ പറഞ്ഞതിനെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞല്ലോ, കുറച്ചു നേരം പറഞ്ഞു, ഇതും ചെറിയ ക്ലിപ്പാവും. അഥവാ റസൂലുള്ളാഹിന്റേതാണെങ്കിലോ എന്ന് പറഞ്ഞു. സത്യം ഇത് ഇവിടെ കേൾക്കൂല, വേറെ ഏതെങ്കിലും നാട്ടിലുണ്ടാവും. ഈ ക്ലിപ്പ് ഇട്ടിട്ടാണ് ഇവരെങ്ങനെ വഞ്ചിച്ച് നിങ്ങൾ കേൾക്കണം. ഇന്നലെ ഞാൻ ഈ പരിപാടി കഴിഞ്ഞ് പ്രകടനം നോക്കുമ്പോഴേ കണ്ടപ്പോ കുറെ ആളുകൾ വലിയ സാധാരണ കൊടിന്റെ രൂപമല്ല ആ കൊടി, ഓരോരുത്തർക്ക് തോളിൽ ഏറ്റാൻ കഴിയാത്ത സൈസ് ഓരോ ബടി. എന്നിട്ട് അവർ പറയാണ് സാലിബ കുല്ലി. ഞാൻ അങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ, ഈ സാലിബ ആരാ പറയണത്? ഇന്ന പോലത്തെ ചങ്ങായിമാരാ അവിടെ വിളിച്ചിട്ട് ഞമ്മക്കൊക്കെ എത്ര സാലിബ കുല്ലി. ഈ ജാഫർ സഖാഫി അന്ന് സാലിബ കുല്ലി പറഞ്ഞപ്പോഴേ അവസാനം വെച്ച് പഠിച്ചോനെ, ഇനി നമ്മൾ ഇതിൽ ഊരാൻ എന്താ ചെയ്യാതെ മേപ്പിട്ട് നോക്കി നിൽക്കണ രംഗം ഞാൻ അതൊന്നും മടങ്ങൾ നിഷ്പക്ഷമായിട്ട് ആലോചിച്ച് നോക്കി. ജാഫർ സഖാഫി അന്ന് പറഞ്ഞ ആ സാലിബ കുല്ലിനെ ഗണ്ണിക്കാന് മൂപ്പർ 2-3 പ്രാവശ്യം പറഞ്ഞപ്പം അയാളെ നാവാണ്ട് വലിയ. നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ഒരു മൂല്യരോട് ചോദിക്കുക, അന്ന് ആ പറഞ്ഞ വിഷയം, ആ മന്ദിക്കിന്റെ വിഷയം ആര് പറഞ്ഞതാണ് അതിന്റെ യഥാർത്ഥ വശം? മൈക്ക് ഇങ്ങനെ വെക്കാന്ന് അറിയില്ല, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പരിചയമില്ലാത്തത്. ആരാണ് അതിന്റെ യഥാർത്ഥ വശം പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഉസ്താദ്മാര് പറയാം, അത് സംഗതി ജാഫർ സഖാഫി ആരാന്ന് മനസ്സിലാകാത്തോണ്ട് മറ്റേ ആള് പറഞ്ഞു പെട്ടതാണെന്ന് നിഷ്പക്ഷമായിട്ട് തിരിഞ്ഞ എല്ലാവർക്കും തിരിയും. അതായത് മൂപ്പർ 100-300 കുട്ടികൾക്ക് ചെമ്മാട് പള്ളിക്ക് ദർശനത്തിന മൂപ്പരോട് ഇവര് വന്നാണ്ട് ഈ വിഷയം എന്നല്ലെങ്കിൽ ഏത് പറഞ്ഞു നമുക്കറിയാം, ഈ വിഷയത്തിൽ നിരീശ്വരവാദികൾ വരെ വന്നിട്ട് അങ്ങനെ ഇല്ല, എന്നാൽ ഞങ്ങൾ പോവുകയാണ് പറഞ്ഞ് പോയാൽ അവരെ നമുക്കറിയാം. പിന്നെ ഇപ്പൊ അങ്ങനെ ഒരു സാലിബ കുല്ലി എന്നിട്ട് ഈ സാധാരണക്കാരായ ആളുകൾ അതൊരു വലിയ സംഭവമാണെന്നാ മനസ്സിലാക്കി. അവര് മനസ്സിലാക്കി എന്താ അറിയാം, സാലിബ കുല്ലി എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം സനദ് ആണെന്നാണ് ഈ ആളുകൾ മനസ്സിലാക്കിയത്. വല്ലതും തിരിയണ്ടേ? എന്നിട്ട് അതൊരു പ്രകടനമാക്കിയിട്ട് സഹോദരന്മാരെ, അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾ ഇതിൽ ആത്മാർത്ഥമായി നമ്മൾ ഉൾക്കൊള്ളുന്ന ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായ ആ ഷാറ മുബാറക്കിന് അതിനെ ആര് എന്ന് പറഞ്ഞാലും നമ്മൾ ഖിയാമത്ത് നാൾ വരെ അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അതിന് നാം തയ്യാറാവും. നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ ഈ
ജാഫർ സഖാഫി മർക്കസില് ഞങ്ങൾക്കറിയാം, എനിക്കത് അറിയണമാണ്. ഷാറെ മുബാറക്കിന്റെ ആ വെള്ളം കൊടുക്കണമെന്ന് വരി നിൽക്കുമ്പോ കുറേ നിന്നപ്പോ മൂപ്പര് പറയാ, നമ്മളെ സംബന്ധിച്ചിപ്പോ എനിക്കിപ്പോ എപ്പോഴും പോയാൽ കാണിച്ചു തരും ജസ്റ്റ്. പക്ഷെ ഇത് ഇത്രയും വരി നിന്നിട്ട് ഇതിങ്ങനെ കാണാന്നുള്ളത് അതിന്റെ ഒരു പ്രത്യേകത. അതിന്റെ അടുത്ത് ഇങ്ങനെ എത്തും തോറും എത്താൻ നേരത്ത് രണ്ട് കണ്ണൊന്നും അതിന്റെ അടുത്ത്, മൂപ്പരത്ത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ എത്ര ചെറുപ്പക്കാര് ആ ഷാറെ മുബാറക്കിന്റെ അടുത്തെത്തുമ്പോ രണ്ട് കണ്ണിൽ നിന്നും താരതാരയായി ഓരോ ചെറുപ്പക്കാരും കുട്ടികളും വയസ്സന്മാരും അയാള് പൊട്ടിക്കരയുന്ന രംഗം. ആ സമയത്ത് അവർ ദ്വാ ചെയ്യണം, റബ്ബ് എങ്ങനെ ആ ദ്വാ സ്വീകരിക്കാതിരിക്കുക. എന്നാൽ ഇതിനൊക്കെ എതിർത്തിട്ട് സനത് വേണം എന്ന് ഒരുപാട് കാലം ഈ സമുദായത്തോട് പറഞ്ഞ് പറ്റിച്ചിട്ട് അവസാനം സനത് നിങ്ങൾക്ക് വേണോന്ന് ചോദിച്ചപ്പോ അവർക്ക് വേണ്ട സനത്. എത്ര പച്ചലാന്ന് ചോദിച്ചത്. ഇനി അവർ രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ച ഒരേ ഒരു ഒരു തോൽപ്പിച്ചിട്ട് നിങ്ങൾക്കറിയാം. അവര് പറഞ്ഞത് പ്രമാണം നിങ്ങൾ പറയുന്നു. സഹോദരന്മാര്, എന്താണ് ആ സംഭവം പറഞ്ഞത് നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാക്കി. ഇനി ഇവിടെ ഒന്ന് അതാണ് അവർ പറയാം, പ്രമാണം പറഞ്ഞില്ല. അതായത് പ്രമാണം എന്ന് പറഞ്ഞാൽ സുന്നി പണ്ഡിതന്മാരുടെ കിതാബ് പറയണം എന്നായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാകും. ഞങ്ങൾ പറഞ്ഞു, സുന്നി പണ്ഡിതന്മാരായ ആളുകളുടെ കിതാബാണോ നിങ്ങൾ ഈ വിഷയത്തിൽ ഉദ്ദേശിച്ചത്? എന്നാൽ ഈ വിഷയങ്ങൾ ഉദ്ധരിച്ചത് സനത് വേണം എന്നുള്ള വാദം ഉദ്ധരിച്ചത് ഇബ്നു തൈമിയ്യയാണ് ആദ്യമായിട്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ഇബ്നു വാസും ഷൗക്കാനിയും ഇങ്ങനെയുള്ള വഹാബികൾ മാത്രമേ സനത് വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അവര് ഇസ്തിഗാസ പറ്റൂല, തവസ്സുൽ പറ്റൂല, ബർക്കത്ത് പറ്റൂല, ഇങ്ങനത്തെ ഒന്നും പറ്റൂല. ഈ എഴുതിയ കിതാബിൽ ഏതുകൊണ്ട് ഷാറെ മുബാറക്ക് അംഗീകരിക്കപ്പെടാൻ സനത് വേണം. അപ്പൊ ഇവര് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണ് എന്ന് ഇവരെ പറ്റി പല ആളുകളും പറഞ്ഞവരുണ്ട്. സുന്നികളല്ല നമ്മൾ പറഞ്ഞ് സലഫികൾ പറയുന്നുണ്ട്. അതേപോലെ അഹ്ലെ ഹദീസിന്റെ ആളുകൾ, അവർക്കൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ പണ്ഡിതന്മാർ ഇബ്നു തൈമിയ്യ, ഈ ഇബ്നു തൈമിയ്യ പേച്ച ആളാണെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ പേച്ച ആളുകൾക്കുള്ള വലിയ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണ് ഇബ്നു തൈമിയ്യ. ഈ ഇബ്നു തൈമിയ്യ പോലെയുള്ള, ഇബ്നു വാസുവിനെ പോലെയുള്ള ഇതുപോലെയുള്ള വഴിപയച്ചു പോയ ആളുകളുടെ കിതാബാണോ നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. ഇതുപോലെയുള്ള വഴിപയച്ചു പോയ ആളുകളുടെ ഗ്രന്ഥം ആണ് സനത് വേണം എന്നുള്ളതിന് നിങ്ങൾക്ക് പ്രമാണമായി നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വഹാബികളാണെന്ന് തുറന്നു പറയണം. അതല്ല നിങ്ങൾക്ക് സനത് വേണം എന്നുള്ളതിന് നിങ്ങൾ പ്രമാണം ഉദ്ദേശിക്കുന്നത് സുന്നികളുടെ ഗ്രന്ഥമാണെങ്കിൽ, ഇതുവരെ നിങ്ങൾ പറഞ്ഞിരുന്നത് സനത് വേണം എന്നതാണല്ലോ. അത് ഞങ്ങളുടെ മുന്നിലൊന്നും തുറന്നു പറയില്ല. കാരണം എന്താ? പോൽക്കാരെ ഞങ്ങളെ മുന്നില് സുന്നി പണ്ഡിതന്മാര് ആലിമീങ്ങൾ എഴുതിയ, എല്ലാവരും അംഗീകരിക്കുന്നവരെഴുതിയ കിതാബുകൾ ഉണ്ടായിരുന്നു. ആ കിതാബിലൊക്കെ സനത് വേണമെന്ന് എഴുതിയിട്ടുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവിടെ വെച്ച് സനത് വേണം എന്നവർ പറഞ്ഞിട്ടില്ല. സനത് വേണ്ട എന്നാണ് ആ സുന്നികളുടെ എല്ലാ കിതാബിലും പറഞ്ഞത്. ഞങ്ങളുടെ മുമ്പിൽ സൂക്ഷിച്ചിരുന്ന എല്ലാ കിതാബിലും, സുന്നികൾ ഇന്ന് അംഗീകരിക്കുന്ന എല്ലാ കിതാബിലും ഷാറെ മുബാറക്ക് അംഗീകരിക്കപ്പെടാൻ സനത് വേണ്ട എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പിന്നെയും അവർ സുന്നി കിതാബ് എന്ന് പറഞ്ഞാൽ ഈ വഹാബികളെ കിതാബിനെ പറ്റിയ, അതല്ല വഹാബികളെ കിതാബ് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇത്ര കാലം എന്തിനാ ഞങ്ങൾ സനത് വേണമെന്ന് പറഞ്ഞത്? അത് സമസ്ത പറഞ്ഞിട്ടില്ലേ? ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ചോദ്യോത്തരം. എന്നാ അവർക്ക് ഇത്രയും കാലം പറഞ്ഞ ആ ഒരു സനത് വാദം അത് ഈ ഒളവട്ടൂരിൽ അടിയറ വെച്ച് ഇനി മേലാൽ പോലും സനത് എന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിൽ വരില്ല. കാരണം എന്താ? വേണം എന്ന് ഇത്ര കാലം പറഞ്ഞു നടന്ന ആളുകളോട് സനത് വേണോ എന്ന് ചോദിച്ചപ്പം വേണ്ട എന്ന് പറഞ്ഞ് പിരിഞ്ഞിട്ട് വേണം എന്ന് പറയാൻ തയ്യാറാവാതെ അവർ പിന്മാറുകയായിരുന്നു. ഈ വിഷയത്തിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, എനിക്കത് സംസാരിച്ച് പരിചയമില്ല. നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. ബാക്കി ആരോ സംസാരിക്കാണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. വഹാബ് സഖാഫി മമ്പാട് പ്രസംഗിക്കാനിരിക്കുന്നു.